നമസ്കാരം. കഴിഞ്ഞ ദിവസം രാമന്തളിയിൽ 2 പിഞ്ചു കുഞ്ഞുങ്ങളെ അതിനിഷ്ഠൂരമായി കൊല ചെയ്തതിന് ശേഷം അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്യുന്നുണ്ടായി. ഒരു തരത്തിലും പ്രബുദ്ധ കേരളത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു നിഷ്ഠൂര കൊലപാതകമാണ് ആ പിഞ്ചു കുട്ടികളുടെ നേരെ നടത്തിയതെന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. കാരണം സാക്ഷര കേരളത്തിൽ ഇത്തരത്തിലുള്ള അച്ഛനും അമ്മയും തമ്മിലുള്ള ഈഗോ പ്രശ്നത്തിന് കോടതി കയറുന്ന സംഭവം ഇത് ആദ്യമൊന്നുമല്ല. പക്ഷേ ആ പിഞ്ചു കുട്ടികളെ നിഷ്ഠൂരമായി കൊല ചെയ്തത് എന്തിനാണെന്ന ചോദ്യം സമൂഹത്തിൽ ബാക്കി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പ്രബുദ്ധ കേരളം കൂടുതൽ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ പ്രശ്നങ്ങൾ. നമ്മോട് സംസാരിക്കുന്നത് പയ്യന്നൂർ ബാറിലെ പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് വി കെ രവീന്ദ്രനാണ്. സാർ, എന്താണ് സാറിന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? നമ്മെ ഏറെ നടുക്കം ഉണ്ടാക്കിയ ഒരു സംഭവമാണ് 23/12/25 രാവിലെ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ ആ വിവരം അറിഞ്ഞപ്പോൾ നമുക്ക് തോന്നി ഈ സംഭവം സമൂഹ മനസ്സാക്ഷിയെ ഞെട്ടിച്ചിരിക്കുകയാണ്. കുടുംബ ബന്ധങ്ങളിലെ പാകപ്പിഴകൾ കാരണം കുട്ടികൾ ഇരയാവുകയും ഒരു കുടുംബം തന്നെ ഇല്ലാതായി തീരുകയും ചെയ്ത ഏറ്റവും മോശം ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ ശ്രവിച്ചത്. അത് ഈ സമൂഹ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് കോടതി കയറുന്ന കുടുംബങ്ങൾ ഇന്ന് ഏറി വരികയുന്ന സാഹചര്യത്തിലാണ് കേരളമുള്ളത്. ഇവിടെ നമ്മുടെ പയ്യന്നൂരിനടുത്തുള്ള രാമന്തളിയിൽ 2 പിഞ്ച് കുഞ്ഞുങ്ങളും കുട്ടിയുടെ അച്ഛനും അതുപോലെ തന്നെ അമ്മയും കുട്ടിയുടെ രണ്ട് കുട്ടികളെയും കൊണ്ട് ആത്മഹത്യ ചെയ്ത സംഭവമാണ് നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി മാറിയത്. ഇവിടെ കോടതിയിൽ കുട്ടിയുടെ കസ്റ്റഡിയെ സംബന്ധിച്ച് കേസ് നിലനിൽക്കുകയാണ്. അച്ഛനും അമ്മയും, അതായത് ഭാര്യയും ഭർത്താവും അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് വേറിട്ട് താമസിക്കുകയും 1 വർഷത്തോളമായി, ഏകദേശം 9 മാസത്തിലധികമായി അവർ വേറിട്ട് താമസിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ കുട്ടിയുടെ കസ്റ്റഡിയെ സംബന്ധിച്ച് കോടതിയെ സമീപിച്ചപ്പോൾ കോടതി നിയമപരമായി മൂത്ത കുട്ടിക്ക് 6 വയസ്സും രണ്ടാമത്തെ കുട്ടിക്ക് അതിൽ കുറഞ്ഞ വയസ്സുമാണുള്ളത്. അതുകൊണ്ട് തന്നെ മൈനറുമായ കുട്ടികൾ എന്ന നിലയിൽ കുട്ടിയുടെ കസ്റ്റഡി അമ്മക്ക് കൊടുക്കാൻ താൽക്കാലികമായി ഉത്തരവിട്ടപ്പോൾ കുട്ടിയെ ജീവനെ പോലെ കരുതി പരിലാളിക്കുകയും അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന അച്ഛന് അത് താങ്ങാൻ പറ്റാത്തൊരു ഷോക്കായി മാറി എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കോടതി നിയമത്തിൻ്റെ പഴുതുകളിലൂടെ അല്ലെങ്കിൽ നിയമത്തിൻ്റെ വകുപ്പുകളിലൂടെ സഞ്ചരിച്ചപ്പോൾ അച്ഛന് ആ ഉത്തരവ് പ്രകാരം കുട്ടിയെ വേർപെടുന്ന ഒരു സന്ദർഭം വന്നപ്പോൾ അത് താങ്ങാൻ പറ്റിയിട്ടില്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കോടതി കുട്ടിയുടെ കസ്റ്റഡി അമ്മക്ക് കൊടുക്കുമ്പോൾ കോടതിയും പരിസരത്തും അന്ന് കുട്ടി നിലവിളിക്കുന്ന ആ സംഭവത്തെ സാക്ഷ്യം വഹിക്കുകയും ഞാനും ആ കോടതിയിലുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതേ ദിവസം അമ്മയുടെ കൂടെ കുട്ടിയെ വിട്ടപ്പോൾ കുട്ടി അച്ഛ അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് കോടതി പരിസരത്ത് വെച്ച് നിലവിളിച്ചപ്പോൾ അവിടെ കൂടിയിരുന്ന കോടതി പരിസരത്ത് കൂടിയിരുന്ന ആളുകളൊക്കെ നന്ദം വിട്ടു നിന്ന് പോയി. ഹിമ എന്ന് പറയുന്ന ആ കുട്ടി അമ്മയുടെ കൂടെ പോകാൻ തീരെ താല്പര്യം കാണിച്ചിരുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷെ നിയമപ്രകാരം പറയുമ്പോൾ കുട്ടിയെ അമ്മയ്ക്ക് വിട്ടുകൊടുക്കാതിരിക്കാൻ കോടതി കഴിയുമായിരുന്നില്ല. എന്നാൽ കുട്ടിയെ വിട്ടുകൊടുത്ത കുട്ടിയെ നഷ്ടപ്പെടും എന്നുള്ള ഒരു ബോധ്യം ആ അച്ഛന് താങ്ങാൻ പറ്റിയിട്ടില്ല എന്ന് ആണ് നമുക്ക് പിന്നീടുള്ള സംഭവവികാസങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ നമുക്കറിയാം, സമൂഹത്തിൽ ഭാര്യയും ഭർത്താവും 2 ധ്രുവങ്ങളിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുമ്പോൾ അതിന് ഇരയാകുന്ന കുട്ടികൾ അത് ഈ സമൂഹത്തിൽ ചോദ്യചിഹ്നമായി മാറുന്ന ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് നേരിട്ട് കാണുന്നു. അമ്മയുടെയും അച്ഛനെയും വാശിപ്പുറത്ത് അവരുടെ വാശി നടപ്പിലാക്കുന്നതിന് വേണ്ടി കുട്ടികളെ ഇരയാക്കുന്ന അച്ഛനും അമ്മയും ധാരാളം ഈ സമൂഹത്തിലുണ്ട്. കോടതിയിൽ കയറുന്ന കേസുകൾ, കോടതിയിലെത്തുന്ന കേസുകളും
അതുപോലെ തന്നെ ഇങ്ങനെയുള്ള തർക്കങ്ങളും ബന്ധങ്ങളും കൂടിക്കൂടി വരുന്ന ഒരു സമൂഹ പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ സംഭവം നമ്മുടെ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന, കേരള മനസ്സാക്ഷിയോട് ചോദ്യം ഉന്നയിക്കുന്ന ഒരു സന്ദർഭമായി മാറിയിരിക്കുകയാണ്. ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളോട് അച്ഛനും അമ്മയുടെ തർക്കത്തിനിടയിൽ ഇല്ലാതായി തീർന്ന ആ ദയനീയമായ കാഴ്ച നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാൻ കഴിഞ്ഞത്. അത് തിരുത്തപ്പെടേണ്ടതുണ്ട്. കുറച്ചുകൂടി വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയിട്ട് ഭാര്യാഭർത്താക്കന്മാർ മുന്നോട്ട് പോവുകയും കുട്ടികളുടെ ഭാവി ഓർത്ത് അവരെ ഇരയാക്കിക്കൊണ്ട് തമ്മിൽ മത്സരം നടത്തുന്നതും അവസാനിപ്പിക്കണം. ഈ കാര്യത്തിൽ കുറച്ചുകൂടി പ്രായോഗികമായ തലത്തിൽ ചിന്തിച്ച് കൂടുതൽ കൗൺസിലിംഗ് കൊടുത്തുകൊണ്ട് ആ പ്രശ്നത്തെ പരിഹരിക്കാൻ സമീപിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയൊന്നും സംഭവിക്കുമായിരുന്നില്ല. നിയമം നടപ്പിലാക്കുമ്പോൾ അത് ഉണ്ടാക്കുന്ന പ്രായോഗിക പ്രശ്നങ്ങൾ ആണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഈ പ്രശ്നങ്ങളിൽ നിന്നും, നിയമത്തിൻ്റെ പ്രശ്നങ്ങളിൽ നിന്നും നമ്മൾ മുന്നോട്ട് ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ പ്രായോഗിക വശം കൂടി അതോടൊപ്പം തന്നെ ചർച്ച ചെയ്യേണ്ടതാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇത്തരത്തിലുള്ള ദയനീയമായ സംഭവവികാസങ്ങൾ കാണുമ്പോൾ ഈ സമൂഹത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള തർക്കങ്ങൾക്കും പരിഹാരങ്ങൾ ഇല്ലാതെ പോകുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഒരു മറുപടി എന്ത് എന്നാണ് ചോദ്യം ഉയരുന്നത്. സമൂഹ മനസ്സാക്ഷി ഒന്നടങ്കം തന്നെ ഈ പുതിയ തലമുറയിൽപ്പെട്ട ആളുകളടക്കം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ചർച്ച ചെയ്യണം. കുട്ടികളെയും അതുപോലെ തന്നെ രക്ഷിതാക്കളൊക്കെ തന്നെ കൂടുതൽ പ്രായോഗിക തലത്തിൽ നിയമത്തിൻ്റെ വരിതെറ്റാത്ത നിയമ പഴുതുകൾക്ക് ഇടം കൊടുക്കാത്ത രീതിയിലുള്ള വിഷയങ്ങൾ മാറ്റിമറിച്ചുകൊണ്ട് പ്രായോഗിക തലത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹാരം കാണേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇപ്പോഴും കുടുംബ കോടതിയിൽ ഇത്തരത്തിലുള്ള സമാനമായ കേസുകൾ നടക്കുന്നുണ്ടല്ലോ. അങ്ങനെ നടക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരോട് വക്കീലിന് എന്താണ് പറയാനുള്ളത്? നമുക്ക് പലപ്പോഴും തോന്നിയ ഒരു കാര്യം, ഇപ്പോഴും ഇത്തരത്തിലുള്ള തർക്കങ്ങൾ, ചെറിയ ചെറിയ തർക്കങ്ങൾ പോലും കോടതി കയറുന്ന സന്ദർഭങ്ങളുണ്ട്. അതിൽ അഭിഭാഷകരും അതോടൊപ്പം തന്നെ ഒരുപാട് സാമൂഹിക പ്രതിബദ്ധത കാണിക്കണം എന്നാണ് എനിക്കതിൽ സൂചിപ്പിക്കാനുള്ളത്. തർക്കങ്ങളിൽ പരമാവധി ഇത്തരത്തിൽ കാര്യങ്ങളിൽ പരമാവധി ഒരു സമവായത്തിൻ്റെ പാത സ്വീകരിക്കാൻ അഭിഭാഷകരും തയ്യാറാകണം. അതുപോലെ തന്നെ ഒരു ചർച്ചയിലൂടെ കുട്ടിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള, അവരുടെ വെൽഫെയറിന് അനുസരിച്ചിട്ടുള്ള തീരുമാനം എത്താൻ രക്ഷിതാക്കളും തയ്യാറാകണം. രക്ഷിതാക്കൾ അതിൽ വിട്ടുവീഴ്ച കാണിക്കണം. വാശിയും വൈരാഗ്യവും അവർ തമ്മിലുള്ള വൈരാഗ്യവും തീർക്കുന്നതിന് കുട്ടികളെ ഇരയാക്കരുത്. കുട്ടികളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് കാര്യങ്ങൾ നീക്കാൻ രക്ഷിതാക്കൾ തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.